ഉത്തരേന്ത്യയിലും അതോടൊപ്പം തന്നെ കർണാടകയിലും കണ്ട ഹിജാബ് വിഷയം കേരളത്തിലും എത്തിയിരിക്കുകയാണ്. കൊച്ചിയിലെ ഒരു സ്കൂള് തന്നെ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഹിജാബ് വിഷയം മാറിയിരിക്കുന്നു. കേരളത്തിൽ ഇനി ഇതിന്റെ തുടർച്ച എന്തായിരിക്കും? തുടർച്ച എന്ന് വെച്ചാൽ മുസ്ലിംസിന് പണി കൊട്ടിക്കൊണ്ടേയിരിക്കും. ഇത് കുറച്ച് കാലം ഇവർ തുടങ്ങിയിട്ട് മുസ്ലിംസിന് ഒരു ഫ്രിഞ്ച് എലമെന്റ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ അത് ചൊറിയും. ഇപ്പം ഞാനൊക്കെ പഠിച്ചു വന്ന ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത വെച്ചാൽ അവരൊന്നും നമ്മളെ ക്രിസ്ത്യാനിയായി നിർബന്ധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ പഠിപ്പിക്കുന്നു, അല്ല ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് അവൻ്റെ റിസൾട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അവർ പൊതുവായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള വീക്ഷണം അതൊക്കെ അങ്ങനെയുള്ള നല്ല സിലബസൊക്കെ നോക്കി എടുക്കുന്നുള്ളൂ ഏതാണെങ്കിലും. അപ്പം ഈ സ്ഥാപനങ്ങൾ അതുകൊണ്ട് സ്വാഭാവിക കുട്ടികൾ. അപ്പോൾ ഞാൻ എൻ്റെ മോനെ പറഞ്ഞയക്കണം, ഞാനൊരു ഫസ്റ്റിൽ ഞാൻ ക്രിസ്ത്യൻ സ്ഥാപനം ആണ് ഞാൻ ചൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ സരസ്വതി വിദ്യാമന്ദിരം പോലൊരു സ്ഥാപനം, അല്ല സെൻട്രൽ സ്കൂൾ, അങ്ങനെയൊക്കെ ഞാൻ ചൂസ് ചെയ്യുന്നു. കാരണം നല്ല ഔട്ട്പുട്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊന്നും ഈ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് ഉള്ള പ്രശ്നങ്ങളും, അല്ല അതിൻ്റെ പുറത്ത് ഹരാസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യയും ഒക്കെ അല്ലാതെ വേറെ മതവുമായിട്ട് ബന്ധപ്പെട്ടോ മതപരിവർത്തനമായിട്ട് ബന്ധപ്പെട്ടോ എന്ന് പറഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചു അങ്ങനെ ഒരു ആരോടും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിനെതിരെ ഉണ്ടായിരുന്നു. മറ്റേ ഒന്നുണ്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ വലിയ ഫീസ് മേടിക്കുന്നു, അതല്ലെങ്കിൽ ഈ പറഞ്ഞതിനെ പ്രഷറൈസ് ചെയ്യുന്നു, കുട്ടികളെന്താ ഈ ഡിസിപ്ലിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് പുറത്താക്കുന്നു. അതിൻ്റെ പുറത്ത് കുട്ടികൾ അതോടൊപ്പം തന്നെ ഈ ഫീസിൻ്റെ കാര്യമാണ് ആത്മഹത്യ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിൽ തന്നെ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഒരു പയ്യൻ, എനിക്കിപ്പോഴും അതൊരു വിഷമമാണ്. അപ്പോൾ അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഈ പറയുന്നത് പോലെ മറ്റേ തന്നെ. പക്ഷേ മുസ്ലിം സ്ഥാപനങ്ങളിൽ എല്ലാം ഒന്ന് ഞാൻ പറയും. ഇപ്പോൾ MES ഒക്കെ വളരെ പ്രോഗ്രസീവായി ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ അതേ മോഡൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. പക്ഷേ ഒരു മുസ്ലിം സ്ഥാപനത്തിലെങ്കിലും തീവ്രവാദത്തിലേക്കൊക്കെ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സിലബസ് വന്നതായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായത്. എന്താണ് പീസ് സ്കൂൾ. അതിൻ്റെ പേര് തന്നെ പീസാണ്. പക്ഷേ പീസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് വെച്ചാൽ അപ്പോൾ ഇസ്ലാമിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ആ സ്കൂള് അങ്ങനെ ഒരു വിഷയം വന്നിരുന്നു. ഗവൺമെൻറ് തന്നെ ആക്ഷൻ എടുത്താണ്. ഇങ്ങനെ ഒരു വിഷയം ഒരു ക്രിസ്ത്യൻ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. മനസ്സിലായിട്ട്. അപ്പം അങ്ങനെ അപ്പോൾ മുസ്ലിം സ്ഥാപനങ്ങൾ കണ്ടമാനം വരുന്നുണ്ട്. ഇപ്പോൾ MES പോലെ ഒന്നല്ല, ഒരുപാട് എണ്ണം വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വലിയൊരു ഭീഷണി ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ്. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒടുക്കത്തെ ഈ ഫീസും പിന്നെ രണ്ടാമത്തെ ഈ പറഞ്ഞ ഡിസിപ്ലിനിന്റെ പേരിൽ ഭയങ്കര ഹരാസ്മെന്റ് ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അല്ല, ഇതിന് പിന്നിൽ ആരായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ ഒരു എന്താ പറയാ, കുട്ടി ആദ്യം 4 മാസം ഇതിന്റെ പ്രശ്നം പിന്നിൽ എന്ന് വെച്ചാൽ ബേസിക് കാര്യം എന്ന് വെച്ചാൽ ഈ നല്ല സ്കൂളിൽ പിള്ളേരെ വിടുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ആ കുട്ടീനെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ നിൽക്കുന്ന സമയത്തേക്കാണ് അവിടെ ഈ തട്ടിടാൻ പാടില്ല. എന്നാ കാണിച്ചു തരാം. സാറിന്റെ അഭിപ്രായം എന്താണ്? സ്കൂളുകളിൽ മതവസ്ത്രങ്ങൾ ആവശ്യമുണ്ടോ? മതവസ്ത്രങ്ങൾ ആവശ്യമുണ്ടോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മിനിമം സാധനങ്ങൾ പറ്റാം. ഒരു വെയിൽ തട്ടിടുന്നതിനൊന്നും ഞാൻ എതിരൊന്നുമില്ല. തട്ടിടുന്നതിനോ ഒരു കുരിശ് തൂക്കുന്നതിനോ പൊട്ടിടുന്നതിനോ ഞാൻ എതിരൊന്നുമില്ല. അത് നമ്മളെ ഐഡന്റിറ്റിയുടെ ഭാഗം. പക്ഷെ അതിലുപരിയായിട്ട് ചാക്കിട്ട് നടക്കുക, ഈ പറയുന്നതിനെ മുതൽ മൊത്തം ഭസ്മം പൂശി നടക്കുക, വലിയ കൊന്തയും പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുക, അത് വേണം. അപ്പം ഇതെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് അപ്പം അങ്ങനെ ആരോ കേട്ടു, എന്നാൽ പിന്നെ നമ്മളെ ശക്തി കാണിച്ചു കൊടുക്കുക. എനിക്കതിൽ എന്തുകൊണ്ടാണ് ഈ മുസ്ലിംസ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഞങ്ങളുടെ മലബാറിലാണ്. അവിടെ ഇത്തരം പ്രശ്നമൊന്നുമില്ല. ഈ എറണാകുളത്ത് തൃശ്ശൂർ മേലെ താരതമ്യം മുസ്ലിംസ് കുറവാണ്. ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രദേശം. അവിടെ എന്താണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ? അവിടെയാണ് മൊത്തം പ്രശ്നം ഉണ്ടാകുന്നത്. മാഷ കൈവെട്ടിയത് ആ ഏരിയ എന്നാണ്, സെൻട്രൽ ട്രാവൻകൂർ ആ ഒരു ഏരിയ, സെൻട്രൽ കേരളം ആ ഒരു ഏരിയ എന്നാണ്. അവിടെ മുസ്ലിം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. SDPI മേഖലയും അതോടൊപ്പം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് മേഖലയില്ലാതെ ഞങ്ങളുടെ മേലെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഞങ്ങളൊക്കെ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പഠിച്ചു വന്ന ആളുകളാണ്. അവർ ചിലപ്പോൾ അവരുടെ പ്രാർത്ഥന ഉണ്ടാവും. ചില ക്രിസ്ത്യൻ പിള്ളേർക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടാവും, നമുക്കില്ല. അതിനെന്താ പ്രശ്നം? അപ്പം ഞാൻ പഠിച്ച സമയത്ത് പ്രാർത്ഥനമില്ല, പിന്നെയാണ് പ്രാർത്ഥന പോലും വന്നത്. അതിപ്പോൾ ഏതായാലും ദൈവം ഒന്നല്ലേ. അല്ലേ നമ്മൾ അവരെ അങ്ങോട്ട് വിട്ടേക്കണ്ടെന്ന്. നിങ്ങൾക്ക് ഇതെല്ലാം കൂടി എങ്ങനെയാ പറ്റുക? പിന്നെ കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നത് ഒരു ഗവൺമെൻറ് സ്കൂളാണ്. അതുകൊണ്ട് അവർ അവരുടെ ആ വസ്ത്രത്തിന് അവർക്ക് ഊരാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ശിരോവസ്ത്രം ധരിക്കും. ഞാൻ പഠിച്ച CSIൻ്റെ കോളേജിലാണ്. അവിടെ നിർബന്ധമില്ല. അതുകൊണ്ട് അവർ സാരി കൊടുത്തു വരും. അല്ല, കന്യാസ്ത്രീകളില്ല അവിടെ. അത് തന്നെയാണ് ഏറ്റവും വലിയ അസഹിഷ്ണുത. കന്യാസ്ത്രീ എന്തുകൊണ്ട് അവർക്ക് അതില്ലാതെ പറ്റില്ല എന്നുള്ളതാണ്. അല്ല, കുറച്ച് ഇതിന് പിന്നിൽ ആരോ എല്ലാം പ്രവർത്തിക്കുന്നു. മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിലുള്ള ഈ അകലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കോൺഗ്രസിനിട്ട് പണിയാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു, UDF-നിട്ടിട്ട്. എന്താകുമ്പോൾ നിങ്ങൾ CPM-ന് സംശയിക്കേണ്ട. അത് വേറെ എന്തൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ഈ കമ്മ്യൂണിസ്റ്റുകളുടെ അജണ്ട. അവിടെ ആളുകളെ ഇങ്ങനെ അകറ്റണം, മുസ്ലിം വിരോധം, ഇസ്ലാമോഫോബിയ ഉണ്ടാക്കണം. അത് ഈ ഇസ്ലാമിസ്റ്റുകളുടെ ആവശ്യമാണ്. എന്നിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങളെ കൂടെ കണ്ട നമ്മളെ ആളുകൾ എവിടെയും ചൂഷണം ചെയ്യപ്പെടുകയാണ്. ക്രിസ്ത്യാനികൾ നമ്മളെ ചൂഷണം ചെയ്യുക, അവർ കുരിശ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കൾ നമ്മളെ ചൂഷണം ചെയ്യുന്നത് അവർ ഫാസിസമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കണം. അതാണ് ഇവരുടെ ഉദ്ദേശം.
അല്ലെങ്കിൽ സഭ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ സ്വാഭാവികമായിട്ടും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ഇത്തരം കാര്യങ്ങളിൽ. അത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാകാൻ വെച്ചാൽ പോരെ. കന്യാസ്ത്രീകളെ അതാണ് പറയുന്നത്, ഇതിന് പിന്നിൽ ആരെങ്കിലും കൈകൊണ്ടോ? 4 മാസം ആ കുട്ടി അവിടെ പഠിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇതിങ്ങനെയായിരിക്കും. ആദ്യ സമയത്ത് പ്രശ്നം ഉണ്ടാവില്ല. ഒരു ദിവസം മോളെ നല്ല തട്ടിടാത്ത അച്ഛനോട് ചോദിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ആവാൻ സാധ്യത. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മളാണ് അങ്ങനെ ശരിയാവില്ലല്ലോ, അങ്ങനെ ആയിരിക്കും സംഭവം. അപ്പോൾ ഈ കുട്ടീൻ്റെ അച്ഛൻ പോലെ അത് പ്രശ്നക്കാരൻ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെയാണ് അങ്ങോട്ട് അയക്കില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇങ്ങനെ കളിക്കുന്നില്ല. ഹാദിയയുടെ പിന്നെ കളിച്ചതുപോലെ ഒരു ലോബി ഉണ്ട്. ഹാദിയെ പനുവയ്ക്കുന്നുണ്ട് ഞാൻ കേട്ടിട്ടുള്ളൂ, 2 ഡിവോഴ്സ് മറ്റോ ആയി. ആ ഒരു ലോബി ഇതിൻ്റെ പിന്നിലുണ്ട്. ആ ലോബി തീവ്ര ഇസ്ലാമിസ്റ്റ് ലോബിയാണ്. അതൊരു ഇന്റർനാഷണൽ ലിങ്കുള്ള ലോബിയാണ്. അതൊരു വിഷയമാണ്. അവിടെ സെക്കുലർ മാധ്യമങ്ങൾ മിണ്ടാതിരിക്കാതെ ഈ കാര്യത്തെ പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ കൂടെ നിൽക്കണം. പക്ഷേ എറണാകുളത്ത് തന്നെ ഒരു സ്കൂളിൽ കുട്ടി ചാടി ആത്മഹത്യ ചെയ്തൊരു വിഷയം ഉണ്ടായി. സ്കൂളിൽ നടന്ന ഹരാസ്മെന്റ് ഉണ്ട്. ആ വിഷയത്തെ ആ സ്കൂളുകാർക്ക് മര്യാദയ്ക്ക് നടപടി എടുത്തിട്ടില്ല. അല്ല സാർ, പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ മുസ്ലിം സംഘടനകൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? അഞ്ഞമ്മൻ്റെ ആളല്ല പേടിച്ചിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ മുസ്ലിം എന്നെ പോലെയൊക്കെ മുസ്ലിം വിരുദ്ധനെ ചിത്രീകരിച്ച് കളയും. അപ്പോൾ അവർക്കത് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് പേടിയില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ഇന്നും തന്നെ തുടങ്ങിയത്, കുട്ടിക്കാലം തൊട്ട് തുടങ്ങിയത്. നമ്മൾ ഇസ്ലാം തന്നെയാണ്, ഖുർആനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ്. പക്ഷേ ഖുർആനെ എല്ലാവരും കൊല്ലാൻ പറഞ്ഞാൽ പോയി പണിയൊക്കെ പറയും, മനസ്സിലായില്ലേ? പക്ഷെ അവർക്ക് അതിനുള്ള ധൈര്യമില്ല. ഇവരങ്ങനെ മുദ്ര കുത്തി കളയുന്നു, സംഖ്യയാക്കി കളയും. ഭയങ്കര പേടിയാണ് ഇവർക്ക്. അങ്ങനെ പേടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? മുഹമ്മദ് നബി ഇങ്ങനെ പേടിച്ചത് ഈ മതം ഉണ്ടാവുമായിരുന്നു. ഇത് രാഷ്ട്രീയമായ എന്തെങ്കിലും ഒരു തിരിച്ചടി പ്രമുഖ പാർട്ടികൾക്ക് ഉണ്ടാക്കുമോ? അങ്ങനെ പ്രമുഖ പാർട്ടികൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ പതുക്കെ അവരുടെ മുസ്ലിം വോട്ട് ബാങ്കിലേക്ക് അവരെ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഫ്രിഞ്ച് എലമെന്റ് കടന്നു കയറാനിടയുണ്ട്. ഈ മാറ്റം തന്നെ ന്യൂനപക്ഷത്തിന് വരൂല, ക്രൈസ്തവർക്ക് അങ്ങനെ തോന്നുന്നു. ക്രൈസ്തവർക്ക് ഓൾറെഡി തോന്നിയിട്ടുണ്ടല്ലോ. ക്രൈസ്തവരും മുസ്ലിങ്ങളും ഭയങ്കരമായിട്ട് അകന്നില്ല. അതിന്റെ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത് UDF ആണ്. അപ്പോൾ UDF സംവിധാനം അല്ലാതായി കഴിഞ്ഞാൽ കേരളത്തെ മുസ്ലിങ്ങൾ ഏതായാലും BJP പോവില്ലല്ലോ. BJP-യുടെ എതിർപ്പില്ലാത്ത എന്നെ പോലുള്ള കുറച്ച് മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ അനാഥരായി മാറും. CPM-ന് ഒരു പരിധി കൂടുതൽ ഇവർക്ക് കുഞ്ഞു കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഇവരുടെ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രൈസ്തവർ BJP-ലേക്ക് പോകും. ക്രൈസ്തവരും BJP. അപ്പോൾ നമുക്കിവിടെ ഹമാസ് ഉണ്ടാക്കാം, അതാണ് ഉദ്ദേശം. നമുക്കിവിടെ ഹമാസ് ഉണ്ടാക്കാം. അതിനിടയിൽ ഹമാസിന് ഇവിടെ പോസിറ്റീവ് സംഭവം കൂടെ. എന്നിട്ടാണ് ഹമാസ് ഇവിടെ സ്വാതന്ത്ര്യ സമര പോരാളികളായത്. നമ്മൾ പാലസ്തീന് വേണ്ടി സംസാരിക്കും, നമ്മൾ ഹമാസിന് വേണ്ടി സംസാരിക്കില്ല. ഇപ്പം വന്ന ഹമാസിന് വേണ്ടി സംസാരിക്കുന്ന രീതിയിലായി. അപ്പോൾ നമ്മളെയൊക്കെ ഹംസയാക്കാനുള്ള പരിപാടിയാണ് ഇത്. ക്രിസ്ത്യൻ സ്ഥാപനം ഞാൻ പറഞ്ഞില്ല, അന്ന് ആ കുട്ടി ചാടി മരിച്ച സംഭവത്തിൽ ആ സ്കൂളിനെതിരെ കാര്യമായ നടപടിയും വന്നിട്ടില്ല. അത് ആ സ്കൂളിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ചൈൽഡിലെ കുട്ടികളെ സൈക്കോളജി മനസ്സിലാക്കി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതവർ പാലിച്ചിട്ടില്ല. ആ കുട്ടീനെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടതാണ്. പക്ഷെ ഈ വിഷയത്തിൽ അതല്ല. ഇത്തരം ഗ്രൂപ്പുകൾ, മുസ്ലിം സംഘടനകൾ എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ നിരന്തരം ഇടപെടുന്നത്? ഇപ്പോൾ അതെനിക്ക് മനസ്സിലായില്ലേ? അത് അങ്ങനെ നല്ല ആധുനിക വിദ്യാഭ്യാസം എന്നെയൊക്കെ പോലെ ആയി പോകും. അവർക്ക് പേടിയാണ്. അവർക്ക് ഈ അടച്ചുപറ്റ മുഹമ്മദ് നബീനെ കൊച്ചുമോനെ കൊന്ന മോബിയുടെ അമ്മ യസീദ് എല്ലാം ഉണ്ടാക്കിയ സിലബസ് ഉണ്ട്. അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് ഇസ്ലാമാന്ന് തോന്നുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിലും അവർ വിചാരിച്ച അന്ധകാര യുഗത്തിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുപോകാൻ നിലനിർത്താനും പറ്റുള്ളൂ. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യാലയത്തിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സരസ്വതി വിദ്യാലയത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇരുട്ടിലേക്ക് വെളിച്ചം കയറും. ഇസ്ലാം എന്താ നമ്മൾ ശരിക്കും മനസ്സിലാക്കും, മറ്റു മതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും. അതവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഈ തെറ്റിദ്ധരിപ്പിച്ചാലേ നമ്മളെ കൂടെ വെക്കാൻ പറ്റുള്ളൂ. അപ്പം അത് നടക്കില്ല, ആ ജനം നടക്കില്ല. അതുകൊണ്ട് അതാണ് കാര്യം, വേറൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.